വായോ, നമുക്ക് കുറച്ചു നേരം മിണ്ടാന്നേ. എന്തിനാണ് സങ്കടം എന്ന് ആലോചിക്കുക. എന്തിനാണ് സങ്കടം? അതിന് എത്ര വലിയ വിഷയമാണെങ്കിലും അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയോ? ആശ. നിങ്ങളുടെ ആശയാണ്, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ്, നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് നിരാശ ഉണ്ടായത്, അല്ലേ? ആശയുള്ളിടത്തല്ലേ നിരാശയുള്ളൂ. അതായത് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ കുറെ ഫ്രെയിം വർക്കുകൾ ആരൊക്കെയോ ചേർന്ന് നമ്മുടെ മനസ്സിൽ കുത്തിത്തിരികിയിട്ടുണ്ട്. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു ഫാന്റസി ലോകവുമായിട്ട് അത് പൊരുത്തപ്പെട്ടില്ലാതെ വരും. അപ്പോഴാണ് നമുക്ക് വല്ലാത്ത ടെൻഷൻ കയറുന്നത്. എന്നാലും അയാൾ അങ്ങനെ ചെയ്തില്ലല്ലോ, എന്നാൽ ഇവൾ ഇങ്ങനെ ചെയ്തല്ലോ, എന്തെങ്കിലും ഞാൻ എടുത്തൊരു എഫേർട്ടിനെ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു സംഭവം അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ബേസിക് ആയിട്ട് ഇതൊക്കെ തന്നെ ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങളും ഞാനും എല്ലാവരും ആഗ്രഹിക്കുന്ന സാധനമാണ്. പക്ഷെ എല്ലായ്പ്പോഴും ലൈഫ് റിയാലിറ്റികളിൽ സംഭവിച്ചൊന്നും വരില്ല. ചിലതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ജോലി ചെയ്യുന്നു, ആ ജോലിക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നമ്മൾ ചോദിച്ചു വാങ്ങിക്കാമെങ്കിൽ നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് എന്തുകൊണ്ട് ചോദിച്ചു മേടിച്ചൂടാ? ഒരു ഹഗ് ആവശ്യമാണ്, ചോദിച്ചു വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റില്ല. അത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരുപാട് പ്രതീക്ഷിക്കേണ്ടതേ, ഒരുപാട് പ്രതീക്ഷിച്ചാൽ നമുക്ക് നിരാശ വരും. അതാണ്